ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് പാപ്പുട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോഴ്സിൻ്റെ പുട്ടുപൊടിയാണ്. അപ്പോൾ ഇത് നല്ലോണം വലിയ തരിയോടെ ഉള്ളതാണ് കേട്ടോ. സാധാരണ പുട്ടുപൊടി പോലെയല്ല കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പാലൊഴിക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തുണ്ട്. 1/4 കപ്പ് തേങ്ങ ചേർത്തുണ്ട്. തേങ്ങ വേണമെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാല് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, പൊടി ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പുട്ടുപൊടി കുറച്ച് തരി കൂടുതലാണെന്ന്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മളിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. ഡബിൾ ഹോഴ്സിൻ്റെ പുട്ടുപൊടിയായിട്ട് നമ്മൾ സാധാ പുട്ടുണ്ടാക്കുമ്പോൾ തന്നെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് വെള്ളം കൊണ്ടൊന്നും പുട്ട് ശരിക്കും നനഞ്ഞ് കിട്ടൂല. അപ്പം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴും കുറച്ച് കൂടുതൽ സ്റ്റീം ചെയ്യേണ്ടതല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വരെ അതൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കാണുമ്പോൾ നല്ല ഡ്രൈ ആണ് കേട്ടോ, പക്ഷെ കയ്യേറ്റ് തൊടുമ്പോൾ നനവൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചിട്ട് പാലൊഴിച്ചു കൊടുക്കണം. കാരണം ഇത് നമ്മൾ സ്റ്റീം ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡ്രൈ ആയിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിൽ നിന്നുള്ള ആ ഒരു പാലിൻ്റെ ഒരു നനവ് കൂടെ കിട്ടും. അതിനനുസരിച്ചിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ 1/2 കപ്പ് പാലെടുത്തിട്ട് അതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ആവശ്യമില്ല കേട്ടോ, 2 കപ്പ് പാൽ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ഈ ഒരു പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഷാലിമാർ പോലത്തെ പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് പാൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടിത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം. ഇനി സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്. നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പുട്ടിൻ്റെ മാവ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഷേപ്പാക്കുമ്പോൾ സൈഡൊക്കെ നല്ല വൃത്തിയിലാക്കി കൊടുത്താൽ കട്ട് ചെയ്തിട്ട് കാണുമ്പോഴും നല്ല വൃത്തിയായിരിക്കും. പിന്നെ നമ്മൾ ഇതുപോലെ പാത്രത്തിലല്ലാതെ ഇഡ്ഡലി തട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെ സ്റ്റീം ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ സ്റ്റീം ചെയ്തിട്ട് എടുക്കുക. പക്ഷെ കുറച്ചുകൂടെ ഈസി ആവുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതാവുമ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ചെയ്യാം. 1 കപ്പ് പൊടി ഈ ഒരു പാത്രത്തിൻ്റെ കറക്റ്റ് അളവിനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് നല്ല ഷേപ്പാക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് തേങ്ങ മീതെ ഇട്ട് കൊടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ മീതെ തേങ്ങ ഇടുമല്ലോ, അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് നേരം ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കുക, അടച്ചു വെച്ചിട്ട്. അപ്പോൾ അതോടെ റെഡി ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു മധുരമുള്ള കറി റെഡിയാക്കിയിട്ടെടുക്കുക. അതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല, ചായയുടെ കൂടെ കഴിക്കുക. എന്നാലും നമ്മൾ പുട്ടിൻ്റെ കൂടെ പഴം കഴിക്കുമല്ലോ, അതുപോലെ റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് ഒരു 3 അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ്. അപ്പോൾ ഒരു പകുതി തേങ്ങയുടെ പാലാണ് കേട്ടോ, 2ാം പാലാണ് ആദ്യം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കുക. ഇനി പഴം തേങ്ങാപ്പാൽ കിടന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ, എന്നാലും തേങ്ങാപ്പാലിൽ ഇങ്ങനെ പഴത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും വേണം. ആ ഒരു രീതിയിൽ വെന്ത് വരട്ടെ. സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ള പാപ്പുട്ട് ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യുക. പിന്നെ ഇതാ പഴം തേങ്ങാപ്പാൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മധുരമുള്ളതാണെങ്കിലും ഒരു നേരിയ ഉപ്പ് വേണം. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുട്ടും പഴം കൂടി ചേർത്ത് കഴിക്കുന്ന സമയത്ത് കുട്ടികൾ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കുഴച്ചിട്ടൊക്കെ അല്ലേ കഴിക്കാറ്. അപ്പോൾ ആ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് പാലുണ്ട് കേട്ടോ, അതങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ചൂടിൽ കിടന്നിട്ട് ഈ ഒരു 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ ചൂടായാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മധുരമുള്ള കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക.
പാപ്പുട്ട് ഒരുപാടൊന്നും ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ, അതിന് മുന്നേ തന്നെ ഉണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. ബട്ടർ തേച്ചുകൊണ്ട് തന്നെ നല്ലോണം ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയാൽ കിട്ടും. ഇനി നമുക്കിത് ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ എരിവുള്ള കറിയാണോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നല്ല മട്ടൻ കറി, ബീഫ് കറി, കറി ആയിട്ടല്ല, മട്ടൻ വരട്ടിയത്, ബീഫ് വരട്ടിയത്, കറി പോലെ ആയിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് അങ്ങ് മേച്ചുണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നല്ല കോമ്പിനേഷനാണത് ശരിക്കും. അപ്പോൾ അങ്ങനെ എരിവോടെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതാ ഇതിൻ്റെ കൂടെയുള്ള സ്വീറ്റ് കറി നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് പിന്നെ എരിവിലങ്ങ് കഴിക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യിൽ ചെറിയുള്ളി വറുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ എന്താ പാപ്പുട്ടും പഴക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു പഴക്കറി ഒഴിച്ചിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.